മോദി മൂന്നാം തവണയും സൗദിക്ക് പോവുകയാണ്. അടുത്തയാഴ്ച 2 ദിവസത്തെ സന്ദർശനത്തിന് മോദിയെ സൗദി രാജാവ് ക്ഷണിച്ചിരിക്കുന്നു. സൗദി രാജാവിന്റെ കൊട്ടാരത്തിൽ മോദിക്ക് രാജകീയ സ്വീകരണം ഒരുക്കുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര കരാർ പുഷ്ടിപ്പെടുത്തുക, ഊർജ്ജ മേഖലയിൽ ശക്തിപ്പെടുത്തുക, പ്രതിരോധ മേഖലയിൽ കൂടുതൽ ബന്ധമുണ്ടാക്കുക, IT മേഖലയിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക, നിക്ഷേപങ്ങൾ കൂടുതലായി സൗദിയിലേക്കും ഇന്ത്യയിലേക്ക് സൗദിക്കാരും തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ പുതിയ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ മോദിയെ കാത്തിരിക്കുകയാണ്. ഇന്ത്യയും സൗദിയും എക്കാലവും ദൃഢബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സൗദി അറേബ്യയിൽ ഒരു സ്പോൺസർ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. സാങ്കേതികമായി ഏതെങ്കിലും ഒരു സൗദിക്കാരൻ ഉടമയാണെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയൂ. എന്നാൽ അതിന് വരെ മാറ്റം വരുത്തിയാണ് ഇന്ത്യയിലെ വലിയ കമ്പനികളെ സൗദി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. $500 ബില്യൺ മുടക്കി സൗദി പണിയുന്ന അത്യാഡംബര നഗരത്തിൽ ഇന്ത്യക്ക് വലിയ പങ്കാണുള്ളത്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം മറ്റെല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയും സൗദിയും ഒരുമിച്ച് ചേർന്ന് പോവുകയും അതിനുവേണ്ടി മോദി ഒരിക്കൽ കൂടി സൗദി സന്ദർശിക്കുമ്പോൾ കുരുപൊട്ടി ഒഴുകുകയും ചെയ്യുകയാണ് മോദി വിരുദ്ധർക്ക്, സംഘവിരുദ്ധർക്ക്.